നിങ്ങൾ ഈ പുഴയിലേക്കൊന്ന് നോക്കി, എത്ര തെളിഞ്ഞ വെള്ളം, അത് എത്ര ശുദ്ധമായിട്ടുള്ള വെള്ളം. ഞാൻ ഇത്രയും തെളിഞ്ഞ വെള്ളം കണ്ടിട്ടില്ല. ഇത് ഭഗവാൻ മഹാവീർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് ഗോവയിലെ. നമ്മളിപ്പോൾ പോകുന്നത് താംദിസുർല ശിവ ടെമ്പിൾ. പക്ഷേ എനിക്ക് സംശയമുണ്ട് അതൊരു ജൈന ക്ഷേത്രമാണോ, കാരണം ജൈനന്മാരും ശിവനെ ആരാധിക്കുന്നു പറയും. പക്ഷേ ഇത് നോക്കണം, എനിക്ക് പുഴകൾ ഭയങ്കര ഇഷ്ടമായി. അതിൽ വെള്ളം നോക്കും, എന്ത് തെളിഞ്ഞ വെള്ളം. നമുക്ക് അതിൻ്റെ അടിവശം കാണാം, ക്യാമറയിൽ വരെ കാണാം. അപ്പോൾ എൻ്റെ കണ്ണിന് എത്ര കാണാൻ പറ്റും നോക്കി. ഇത് അങ്ങനെ എടുത്ത് കുടിക്കാൻ നോക്കുക, അത്ര ശുദ്ധജലം. കൊടുങ്കാടാണ്. കൊടുങ്കാടെന്ന് പറഞ്ഞാൽ കൊടുങ്കാട്. കാരണം ഇതുപോലുള്ള വഴി കൂടെ ഞാൻ എത്ര ദൂരമെന്നറിയാം ഇപ്പോൾ ഉള്ളിലേക്ക് വന്നത്. പേടിപ്പിച്ച് കിടന്നില്ല. ഇതാണ് താംദിസുർല ശിവ ടെമ്പിളിലേക്കുള്ള എൻട്രൻസ്. നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് നടത്താം. ഇതാണ് അവിടേക്ക് പോകുന്ന വഴി. കുറച്ച് നടക്കാനുണ്ട്. ഈ ഗോവയിൽ ഈ സ്ഥലം എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഗോവയിലൊക്കെ വന്ന് പോകുന്ന ഒരുപാട് ടൂറിസ്റ്റുകാരുണ്ട്. അപ്പോൾ അവരൊന്നും ഇങ്ങനത്തെ ഒരു സ്ഥലത്തിൽ വന്നിട്ടേ ഇല്ല. ഞാനും ഇങ്ങനെ ജസ്റ്റ് കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി മനസ്സിലാവുക. കാരണം ഇതുപോലുള്ള കൊടുങ്കാട് ഒരുപാട് ദൂരം നമ്മൾ ഉള്ളിലേക്ക് വരണം. ശരിക്കൊരു ഡെഡ് എൻഡ് കേട്ടോ ഈ കാണുന്നത്. ഈ മലനിരകൾ, ഇതിൻ്റെ അപ്പുറം ശരിക്കും കുറേയും കൂടെ പോയി കഴിഞ്ഞാൽ കർണാടകയാണ്. നമ്മൾ അതാ എൻഡിലെത്താനായി. മഴയും ചാറുന്നുണ്ട്. എനിക്ക് അവരിന്ന് പാർക്കിംഗ് നിന്ന് ഒരാൾ തന്നതാണിത്. ഈ എന്തോ ചന്ദനത്തിരിയും പൂക്കളൊക്കെ ഉണ്ട്, അതവിടെ കൊടുത്തേക്കാം. ഇതുണ്ടല്ലേ ആ പുഴയുടെ ബാക്കി ഭാഗമാണിത്. ഈ പുഴയുടെ നേരെ മുന്നിലായിട്ടാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത്. നല്ല ഭംഗിയുള്ള കൺസ്ട്രക്ഷനാണ്. പതിമൂന്നാം നൂറ്റാണ്ടിലെ ക്ഷേത്രമാണിത് പണി കഴിഞ്ഞത്. നല്ല ചുറ്റും അത് നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അവർ. ഇത്ര കാട്ടിൻ്റെ ഉള്ളിലാണെങ്കിൽ പോലും എന്ത് നന്നായിട്ടാണെന്നറിയാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഗാർഡൻ, അതിൻ്റെ നടുവിൽ ഈ ടെമ്പിളും. താംദിസുർല അതാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. വേർത്താണ് കേട്ടോ അത് വരുന്നത്. ഒരു തവണയെങ്കിലും വന്നിരിക്കണം ഗോവയിൽ വരുന്നവർ. എന്നെ ഏറ്റവും അതിശയിപ്പിക്കുന്നത് ഈ പുഴയിലെ വെള്ളത്തിൻ്റെ തെളിച്ചാണ്. എന്തൊരു തെളിഞ്ഞ വെള്ളമെന്നറിയാം ഇതിൽ. ഇതുണ്ടല്ലേ, ഇതാണ് എന്നെ ഏറ്റവും അതിശയിപ്പിച്ചത്. ഇത്രയും നല്ല വെള്ളം. ഇവിടെ ഇങ്ങനെ മുകളിലായിട്ട് കുറേ തുമ്പീനെയും പൂമ്പാറ്റേനെയൊക്കെ കാണാം. ഇവിടെയാണെങ്കിൽ റേഞ്ചൊന്നുമില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അതൊക്കെ ഇപ്പോഴും ജീവനോടെ നിൽക്കുന്നത്. എന്ത് ഭംഗിയത്. പുറകിലാണെങ്കിൽ ആ മലയും മഴക്കാരൊക്കെ മൂടിക്കെട്ടി നിൽക്കുക. ഇതാ മഴയും പെയ്തു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇത്രയും കാട്ടിൻ്റെ ഉള്ളിൽ വരുമ്പോഴാണ് ആ പ്രകൃതിയായിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് മനസ്സിലാവുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് നേരം വന്ന് ഇരിക്കുമ്പോഴേക്കും നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്നത് തന്നെ ഫുള്ള് മാറും. നമ്മളാ മണ്ണിൻ്റെ എന്താ പറയുക, ഇത് കണ്ടില്ലേ ഈ പുഴയിലെ വെള്ളം. ഇത് കുറച്ചുകൂടെ അടുത്തുനിന്ന് കാണാൻ വഴിയൂടെ. ഇത്ര തെളിഞ്ഞ വെള്ളം.
പിന്നീട് നമ്മൾ അവിടെ നിന്ന് പോയത് ഗോവയിലെ കോസ്റ്റൽ ഏരിയയിലാണ്. അവിടെ അഗ്വാഡ ഫോർട്ടിലേക്കാണ് പോയത്. ഇടയിലുള്ള റൈഡ് ചെയ്യുന്ന റെക്കോർഡിങ്സ് എനിക്ക് കാണിക്കാൻ പറ്റാത്തത് എൻ്റെ കയ്യിൽ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഗോപ്രോൻ്റെ സ്റ്റോറേജ് ഹാർഡ് ഡിസ്ക് കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ മുതൽ റൈഡിങ് വീഡിയോസൊക്കെ തിരിച്ചു വരും. ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങൾ ഇതൊന്ന് കാണുക. അങ്ങനെ നമ്മളിതാ അഗ്വാഡ ഫോർട്ടിൽ കയറി. ഇവിടെ 6 മണിക്ക് ശേഷം എൻട്രി ഇല്ല, പക്ഷേ എനിക്കൊന്നു എക്സിറ്റ് 6 മണിക്കല്ല, കുറച്ച് നേരം ചുറ്റിക്കറങ്ങിയിട്ട് പോവാമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് കണ്ടില്ലേ, നമ്മളിന്ന് പോയ അമ്പലത്തിൻ്റെ ബിഫോറും ആഫ്റ്ററും. ഇത് വേറെ ക്ഷേത്രത്തിൻ്റെ, ഇതെവിടെയാണെന്ന് എനിക്കറിയില്ല. കുർട്ടി ജസ്റ്റ് അവർ എൻട്രൻസിൻ്റെ അവിടെ വെച്ചിട്ടുള്ള കുറച്ച് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോസാണ്. അങ്ങനെ നമ്മൾ ഫോർട്ടിൻ്റെ മുകൾ വശത്ത് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം പരന്ന ഏരിയ ഉണ്ട് ഇവിടെ. ആ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ കടലിൻ്റെ വ്യൂ കിട്ടും. ഇതാണ് ഫോർട്ടിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ. ശരി, ഞാൻ ശ്രദ്ധിച്ചില്ല, ഈ നടുവിൽ കാണുന്ന ഈ ഫുൾ ഇത് വാട്ടർ റിസർവോയർ അത്ര. ഇതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ കാണാൻ പറ്റും. കാണാൻ പറ്റില്ല, അകത്ത് വെള്ളം ഉള്ളതുപോലെ തോന്നുന്നില്ല. എന്തോ വാട്ടർ റിസർവോയർ എന്നാണ് അതിലെഴുതിയിട്ടുള്ളത്. ഗോവയുടെ ഒരു മാപ്പ് അല്ലേ, മുകളിൽ മഹാരാഷ്ട്ര, കർണാടക, ഏകദേശം നമ്മൾ മൊത്തം ചുറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കർണാടക കാർവാറിന്ന് വന്നു. നമ്മൾ വന്നത് ഇങ്ങനെ, ഈ കാർവാർ സൈഡിൽ നിന്ന് വന്നിട്ട് ഈ റൈറ്റ് പോയി ദൂദ്സാഗർ പോയി താംദിസുർല, പിന്നെ അവിടെ നിന്ന് പനാജി വന്നു. പനാജി നേരെ ഇത്രയും യൂട്ടേൺ അടിച്ച് ഇപ്പോൾ ഇവിടെ ഫോർട്ടിൽ വന്നു. ഇതാണ് ഫോർട്ടിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ. ബാക്ക് സൈഡിലെത്തും, അപ്പുറത്തൊക്കെ കടലാണ് ചുറ്റും. അപ്പോൾ നമ്മളിനി അധികം നേരം നിൽക്കുന്നില്ല, കാരണം ഇവിടെ ഇനിയിപ്പം പ്രത്യേകിച്ചൊന്നും കാണാനില്ല. പോരാത്തതിന് സമയം 6 മണി ആയിട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് സെക്യൂരിറ്റി വിസിലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം എല്ലാം നടന്ന് കണ്ടു കഴിഞ്ഞു മുകൾ ഭാഗത്ത്. നോക്കിനി പയ്യെ വിടാം. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഈ ഗോവയിലെയും അതുപോലെ നമ്മുടെ ഈ ഭാഗത്തുള്ള പോർച്ചുഗീസുകാർ പണിത് വെച്ച ഫോർട്ടിൻ്റെ ഒരു റഫ് സ്റ്റോറി എഴുതിയതാണ്. അതായത് ഇന്ത്യയുമായി വർഷങ്ങളായിട്ട് അവർ സ്പൈസസും സ്വർണവും അങ്ങനത്തെ പലതും കച്ചവടം ചെയ്തിരുന്നു. തുർക്കിയിലെ ഓട്ടോമൻ എംപയർ വന്നതിന് ശേഷം 15-ാം നൂറ്റാണ്ടിൽ അവരാ വഴി ബ്ലോക്ക് ചെയ്തു. അതിന് ശേഷമാണ് പോർച്ചുഗീസുകാർ ഈ കാണുന്ന പോലെ ആഫ്രിക്ക മുഴുവൻ ചുറ്റി അറേബ്യ വഴി നമ്മുടെ അല്ലേ ഗോവ, കൊച്ചി, ഡാമൻ അവിടേക്കൊക്കെ എത്തുന്നത്. വേറെയും വഴി കാണിക്കുന്നുണ്ട്, റെഡ് സീ വഴി, വെനീസിന്ന് ഇറ്റലി, വെനീസിന്ന് ഈ ഇതുവഴി സൗദിയുടെ യമൻ്റെ ഇടയിൽ കൂടെ ഈജിപ്തിൻ്റെയും റെഡ് സീ വഴി. അങ്ങനെ സെക്യൂരിറ്റി തന്നെ തല്ലും. അവിടെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വിസിലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ടൈമായതുകൊണ്ട്. അപ്പോൾ ഇനി വൈകിക്കണ്ട, നമുക്ക് പയ്യെ ഇറങ്ങാം. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇപ്പം കലാംകുട്ട് ബീച്ചിലെത്തിയിട്ടുണ്ട്. ഇന്ന് കടൽ വലിയ കുഴപ്പമില്ല, ഇവിടെ അത്യാവശ്യം നല്ല ക്ലീനാന്ന് തോന്നുന്നു ബീച്ച്. നോക്ക്, എന്തായാലും അങ്ങോട്ടേക്ക് നടന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബീച്ച്. ക്ലീനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വൃത്തിയാക്കാൻ ആൾക്കാരുണ്ട്. ആൾക്കാർ വേസ്റ്റ് വലിച്ചെറിയും, ഈ പാവങ്ങളെല്ലാം പെറുക്കിയെടുത്ത് ക്ലീൻ ചെയ്യും. ആൾക്കാരത് ഇടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇവിടെയൊക്കെ ഗാർബേജ് ബിൻ ഉണ്ട്, എന്നിട്ടും ബോധമില്ലെങ്കിൽ. ഇത് കണ്ടില്ലേ, ഇവിടെ കോഷൻ ബോർഡുണ്ട്, ഡേഞ്ചർ, സ്ട്രോങ് കറണ്ട്, നോ സ്വിം സോൺ. ഇവിടെ ശക്തിയുള്ള തിരമാലകളാണ്, നീന്താനൊന്നും പാടില്ല. ഈ ഒരു ഇതിൽ ഇറങ്ങിയാൽ ചിലപ്പം തിര നമ്മളെ കൊണ്ടുപോകും. ജസ്റ്റ് കാല് നനയ്ക്കാന്നല്ലാതെ എപ്പോഴാണ് ക്രോസ് വേവ്സ് വരിക എന്നറിയില്ല. ക്രോസ് വേവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തിര വന്നിട്ട് അത് തിരിച്ച് വലിയുമ്പോൾ നമ്മളതിൻ്റെ ഇടയിൽ പെട്ടു. ആ ഭാഗത്താണ് കൊച്ചി, എവിടെയോ കിടക്കുന്നത് സൗത്ത്. നമ്മളിപ്പോൾ വന്ന് ഏകദേശം ഗോവ എത്തി.
ഇന്നിങ്ങനെ പോയി അങ്ങോട്ട് രത്നഗിരി. അതും കടലിൻ്റെ തീരത്തോടാണ് കേട്ടോ രത്നഗിരി. നമ്മളടുത്ത സ്റ്റോപ്പ് നാളെ പോകുന്നത് രത്നഗിരിക്കാണ്. എനിക്ക് അത്ഭുതം തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോവയിൽ എത്ര റെസ്റ്റോറൻറ്റ്സ്, ഷോപ്സ്, റൂംസാണെന്നറിയാം. എത്രയെന്ന് പറഞ്ഞാൽ എത്ര. ഇത് അങ്ങനത്തെ ഒരു ടൂറിസ്റ്റ് ഏരിയയാണ്. ഒരു രക്ഷയില്ല, എൻഡ്ലെസ്. എത്രയെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്. ഞാനിപ്പോൾ ഒരുപാട് ദൂരം വന്നപ്പോൾ നമുക്ക് കാണാം കണ്ടിന്യൂസ് ഇതേപോലെ റെസ്റ്റോറൻറ്റ്സ്, ഈ ഷോപ്സ്. അപ്പോൾ ഇതിപ്പം ആക്ച്വലി സീസൺ അല്ലാത്ത ഒരു ടൈമാണ് ഞാനിപ്പോൾ വന്നത്. കണ്ടില്ലേ, മഴ നമ്മളെ വിടുന്നു തോന്നുന്നില്ല. ബീച്ച് വിട്ട് റൂമിലേക്ക് നടക്കുകയാണ്. കണ്ടിന്യൂസ്ലി മഴയും. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം മഹാരാഷ്ട്ര കയറി. അന്ന് രത്നഗിരിയിലായിരുന്നു താമസിച്ചത്. രത്നഗിരി ജസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് പോയി, അതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു അന്ന് താമസിച്ചത്. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. ഗോപ്രോ അടുത്ത എപ്പിസോഡിലുണ്ടാവും. ഓക്കെ, ഗോപ്രോ റിട്ടേൺസ്. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.